16 വയസ്സുള്ള ഒരു പയ്യൻ എങ്ങനെയാണ് 14കാരിയായ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല്ലാൻ സാധിക്കുക? അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, കൊന്ന് കുറ്റിക്കാട്ടിൽ അവൻ ഉപേക്ഷിച്ചു. ഇത് സംഭവിച്ചത് നമ്മുടെ അടുത്ത് മലപ്പുറത്താണ്. അവന്റെ ഉള്ളിൽ എവിടുന്നാണ് ഇത്രയും വലിയ വന്യത വരുന്നത്? ശരിക്കും ഈ 16 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ചോരത്തളപ്പ് കൂടിയ ഒരു പ്രായമാണ്. സാഹസികത കാണിക്കുക. നിങ്ങൾ ടൗണിൽ പോയിട്ടൊന്ന് നോക്കുക, ഈ പിള്ളേര് വെടിയുണ്ട പോകുന്ന പോലെ ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ബൈക്ക് പോകുന്നത് നമ്മൾ കാണില്ല. ഷോ ഓഫ് കാണിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇവിടെ റീൽ ചിത്രീകരണം നടത്തിയതാണ്. അവൻ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു. കേരളത്തിൽ നടക്കുന്ന ബൈക്ക് ആക്സിഡന്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 16 മുതൽ 25 വയസ്സിന്റെ ഇടയിലുള്ള പിള്ളേരാണ് ആക്സിഡന്റിൽ മരിക്കുന്നത്. കാരണം എന്താണ്? ഓവർ സ്പീഡ്, ഡ്രഗ്സ് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കുക. അതുപോലെ കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. 14 മുതൽ 25 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്കാണ് എയ്ഡ്സ് രോഗം കൂടി വരുന്നതെന്ന്. എന്ന് വെച്ചാൽ എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടല്ല അത് വരുന്നത്. പലരും ഈ നീഡിൽ ഷെയറിംഗ് എന്ന് പറയും. അതായത് എയ്ഡ്സ് രോഗമുള്ള ഇവരെല്ലാവരും കൂടി ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ നീഡിൽ കുത്തി ഡ്രഗ് എടുക്കുന്ന സമയത്ത് അതിൽ ഒരുത്തൻ എയ്ഡ്സ് ഉണ്ടെങ്കിൽ മതി, അത് എല്ലാവർക്കും വരും ആ നീഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ കുട്ടികളെയും കുറ്റം പറയണതല്ല. ഇങ്ങനെയുള്ള കേസസ് കൂടുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആയി വരികയാണെങ്കിൽ നമ്മുടെ ഭാവി എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ, ഈ സമൂഹത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇതിന് ഉത്തരവാദി ആരാന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ പുറകിലുള്ള തലമുറയാണ്. നമ്മൾ 90s കിഡ്സ്, 80s കിഡ്സ്, 70s കിഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മളൊക്കെ നല്ല മാന്യന്മാരാണെന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം നമ്മുടെ ചെറുപ്പത്ത് ഇവർക്കുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള ഇന്റർനെറ്റ്, മൊബൈൽ ഫോണ്, വാഹനങ്ങൾ, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയതാണെങ്കിൽ നമ്മൾ ഇതേ കോലത്തിൽ പോയേനെ. ഇപ്പം ഇങ്ങനെയുള്ള കേസസ് ഇന്നത്തെ കാലത്ത് കൂടുതലാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തില്ല, അമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മയെ അടിച്ചു കൊല്ലുന്നു. ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലാണ്. കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ ഫോൺ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണം വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ കഴിക്കില്ല. വരും തലമുറയെ നശിപ്പിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷെ നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. എന്ന് വെച്ച് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ പള്ളക്ക് കത്തി കയറ്റും. അങ്ങനത്തെ ഒരു കാലമാണ്. കഴിഞ്ഞ വർഷമല്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യനെ അവൻ്റെ കൂട്ടുകാർ തന്നെ അടിച്ചു കൊന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.